എന്തുകൊണ്ട് സെക്കൻഡ് മാരേജ് ആയിക്കൂടാ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് വേണ്ട, ജീവിതത്തിൽ ഒരു നല്ല ഹസ്ബൻഡിനെ കിട്ടി. നമുക്ക് ഒരു 26 ഇയേഴ്സ് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജീവിതത്തിൽ കിട്ടാവുന്ന എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും എനിക്ക് കിട്ടി. എൻ്റെ ഭർത്താവ് ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്നതായിരുന്നു ഇഷ്ടം. എനിക്കും ആ ഭർത്താവിൻ്റെ ഇഷ്ടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയാലും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും, വല്ല ആഭരണമൊക്കെ ഉണ്ട് അതൊക്കെ ഇടും. ഇനിയിപ്പോൾ ആരെന്ത് എന്നെ പറ്റി പറഞ്ഞാലും ഞാനത് കെയർ ചെയ്യത്തേയില്ല. ഞാൻ ശരിക്കും ഇപ്പം മറുപടി പറയും. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കൂടുതലും എൻ്റെ മക്കളാണ്. പിന്നെ രണ്ടാമത് ഇപ്പോൾ സിനിമയെ തിരിച്ചു വന്ന് സത്യം പറഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെ ഒരു മാറ്റം. മറ്റേ നമ്മളെപ്പോഴും വീട്ടിൽ ഇരുന്നാൽ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും തോന്നും. പിന്നെ ചിലപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് വരുമ്പോഴത്തേക്കും അതും ചിലതിൽ കൂടുതൽ ലേഡീസിൽ നിന്നാണ്, ആണുങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ ഈ കുത്തി നോവിക്കുന്നത് കൂടുതലും. എല്ലാവരും ഒന്നും പറയുന്നില്ല, അപൂർവം ചിലയിടത്തു നിന്നാണെങ്കിലും കൂടുതലും പെണ്ണുങ്ങളിൽ നിന്നാണ് നമുക്കുണ്ടാകുന്നത്. അവരല്ലേ, അവർ തനിച്ചല്ലേ, അവർക്ക് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാൻ പറ്റും. നീനയ്ക്ക് എപ്പോഴെങ്കിലും ഇനിയൊരു വിവാഹം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? വിവാഹം കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല. പല ആൾക്കാരും വന്ന് പറയാറുണ്ട്, ഒന്നുകൂടെ എന്തിനാ ഇങ്ങനെ തനിച്ച് ജീവിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ വർക്കിനകത്ത് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒന്നിനും സമയമേ ഇല്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ പോലും സമയമില്ലാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. എനിക്ക് അവസാനത്തെ കുറേ കാലങ്ങളായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻ വർക്കായിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ചുമതല ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ്റെതൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ മോൻ പറയും, ആരെ വേണേലും കിട്ടും, അമ്മയെ മാത്രമേ കിട്ടാതുള്ളൂ, ഫോണിൽ പോലും കിട്ടുന്നില്ല. അങ്ങനെ അത്രത്തോളം ഞാൻ ബിസി ആയിരുന്നു. എനിക്ക് വേറെ ഒന്നും ആലോചിക്കാൻ പോലും സമയമില്ല. ആ ഒരു ഇതിലായിരുന്നു. ഇപ്പൊ അങ്ങനെ തോന്നില്ല. ഇപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും വേറൊരു ജോലിയിലോട്ട് കയറണം എന്നേ തോന്നുന്നുള്ളൂ. കാര്യം ഐ ഷുഡ് ബി പാർട്ട്ണർ വേണം എന്ന് എനിക്ക് തോന്നാറില്ല. കാര്യം അത് പരാജയപ്പെടുത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന പുള്ളി ഒത്തിരിയൊക്കെ ആയിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തൊട്ടേ എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കി പുള്ളി. മൈറ്റ് ബി പുള്ളി ഒരു ഡോക്ടർ ആയിരുന്നത് കാരണം പുള്ളിക്ക് അറിയാമായിരുന്നിരിക്കും പുള്ളി ഇടയിൽ വിട്ടു പോകേണ്ടി വരും എന്നുള്ളത്. കാരണം ആദ്യമേ എന്നെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആക്കി തനിച്ച് നിൽക്കത്തക്കവണ്ണം പുള്ളി എന്നെ പ്രിപ്പയർഡ് ആക്കി എല്ലാ കാര്യവും എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുമായിരുന്നു. കാറ് ഡ്രൈവിംഗ് ആണ് ആദ്യമേ വന്ന് ലെഫ്റ്റ് സൈഡിൽ കയറിയിരിക്കും, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യും. ഇപ്പോൾ അത് കാരണം ഞാൻ എവിടെ പോലെ എറണാകുളം വരെയൊക്കെ ഞാൻ തനിച്ച് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് തന്നെ പോകുന്നത്. ബാംഗ്ലൂർ വരെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഞാൻ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി. ഫിനാൻഷ്യലി ഓൾസോ ആദ്യം തൊട്ടേ പുള്ളിയുടെ ഇങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഇതുണ്ട്, സാമ്പത്തികം ഇതിനൊരു പ്രധാന ഘടകം തന്നെയാണ്. അതില്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു അല്ലെ, സമ്പത്തില്ലാത്ത ഒരാൾക്ക് ഈ വൈധവ്യം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവർക്ക് ഭംഗിയായി. മറ്റേ സാധാരണ ആൾക്കാർ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ രണ്ടും ഫേസ് ചെയ്യണം. അവർക്ക് സാമ്പത്തികത്തിന്റെ അരക്ഷിതാവസ്ഥയും ഫേസ് ചെയ്യണം, അല്ലേ, ഇമോഷണലി വരുന്നൊരു ഇത് ബാലൻസ് ചെയ്യണം. ഈ സാമ്പത്തികം ഒരു പൊതു പ്രശ്നമാണ്. അത് എനിക്ക് തോന്നുന്നു ഈ വിഡോ എന്നുള്ളൊരു ആസ്പെക്ട് മാത്രമല്ലല്ലോ സമൂഹത്തില് സാമ്പത്തികം. മറ്റേന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഷെയർ ചെയ്യാൻ ഒരാളുണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. സാമ്പത്തിക ഇല്ലായ്മ ആർക്കുണ്ടെങ്കിലും, അത് പുരുഷന് സാമ്പത്തികം ഇല്ലെങ്കിലും സ്ത്രീക്കുണ്ടെങ്കിലും വിധവയ്ക്ക് ഇല്ലെങ്കിലും ആർക്കാണെങ്കിലും സാമ്പത്തിക ഇല്ലായ്മ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. ഈ ഒരു സ്പെസിഫിക് പോപ്പുലേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന അവസരത്തിൽ ഒരു ഇമോഷണൽ ഇഷ്യൂസാണ് വളരെ കൂടുതലുണ്ടാകുന്നത്. അത് ഒരു ലോസും സമൂഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം, ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യം താങ്കൾ സംസാരിച്ച് ശ്രദ്ധിക്കപ്പെടാതെ പോയി. അതായത് വിധവയായി കഴിഞ്ഞ ശേഷം ഒരു വ്യക്തി കുറച്ച് ദേഷ്യം കാണിക്കുന്നിരിക്കട്ടെ. ഇപ്പം ആരോ പറഞ്ഞു ഒരാൾ, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയുമെന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ പറയുന്നുവെങ്കിൽ തന്നെ അതിന് വേറെ വ്യാഖ്യാനം കൊടുക്കാറുണ്ട്. എന്തുകൊണ്ട് ഇവൾ കൂടുതൽ ഇമോഷൻ കാണിക്കുന്നു, ഇവൾക്ക് എന്തിൻ്റെയോ കുറവുകൾ ഉള്ളത് കാരണം എന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരിക, അതൊക്കെ സഹിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. പലപ്പോഴും എൻ്റെ ഒരു ചെറിയ സംശയമാണ്, രണ്ടാമതൊരു വിവാഹം കഴിക്കണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും സമൂഹത്തെ ഭയന്നാണോ ഒരു പരിധി വരെ അത് വേണ്ട എന്ന് തീരുമാനിക്കും? തീർച്ചയായിട്ടും സമൂഹം ഉണ്ടാക്കുന്ന ചില കൺസ്ട്രക്ഷൻസ് ആണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാര്യം. ഒന്നാമത്തെ കാര്യം, ഈ വിവാഹം അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന പാർട്ട്ണർഷിപ്പ് ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിൽ തന്നെ സമൂഹം നൽകുന്ന കുറേ റിച്വൽസ് ഉണ്ട്. വിവാഹ കർമ്മം, വിവാഹ ജീവിതം. അപ്പോൾ അതിലെന്തോ ഒരു അസാധാരണമായ ചില എന്താ പറയുക, ഒരു ഹോളിനെസ്സൊക്കെ കൽപ്പിച്ചിട്ട് അങ്ങനെ പോവുകയും പിന്നെ അതിൽ നിന്ന് ഊരി അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് വീണ്ടും ഒന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങൾ, സമൂഹം ഇതിനെ എങ്ങനെ കാണുമെന്നുള്ള ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ വളരെ വലിയ പ്രശ്നങ്ങളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യത്തിൻ്റെ നിലയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നഷ്ടം ജീവിതത്തിൽ പലപ്പോഴും എല്ലാ നിലയ്ക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. നമുക്ക് പാർട്ട്ണർ നഷ്ടപ്പെടുന്നു, അല്ല അച്ഛനും അമ്മയും നഷ്ടപ്പെടും, അങ്ങനെ പല നഷ്ടം, കുട്ടികളെ നഷ്ടപ്പെടും,
ഇറ്റ്സ് എ ലോങ് ജേണി. നമുക്കിതൊക്കെ നഷ്ടപ്പെടുകയും വീണ്ടെടുക്കലും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജീവിതം. പലപ്പോഴും അങ്ങനെയാണ് ഫിലോസഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു പിന്നെ വീണ്ടും ഒരു വിവാഹം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പാർട്ട്ണർഷിപ്പ്. അത് സ്വാഭാവികമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞൊരു ഹെൽത്തി ആണ് രണ്ട് കൂട്ടർക്കും. നല്ലൊരു ഫ്രണ്ട്, തീർച്ചയായിട്ടും ഒരു കമ്പാനിയൻഷിപ്പ് രണ്ട് കൂട്ടർക്കും അത് അനിവാര്യമാണ്. അത് വേണമെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ആ വാക്കിൽ ഒരർത്ഥവും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വെറൊരു ചടങ്ങ് മാത്രമാണ്, അതിന് ഒരർത്ഥമില്ല. കാരണം വിവാഹം എന്ന് പറഞ്ഞ ശേഷം വിവാഹ ജീവിതം ഇല്ലാതെ നടക്കുന്ന എത്രയോ ദമ്പതികൾ എനിക്കറിയാം. വിവാഹം ഇല്ലാതെ തന്നെ വിവാഹത്തെക്കാളും വളരെ പങ്കാളിത്തത്തോടെ ജീവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് അതിലൊന്നും അർത്ഥമൊന്നുമില്ല. അപ്പം അങ്ങനെ ഭാര്യ ഭർത്താവായി ജീവിക്കുമ്പോൾ പോലും വേറെ ഫ്രണ്ടുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് വേറെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ഭാര്യയും ഭർത്താവുള്ള ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു പോകാൻ പറ്റാത്ത നിലയ്ക്കുള്ള ആൾക്കാരുണ്ട്. മറ്റൊരു എന്റെ വേറൊരു സംശയം, ഏറ്റവും അധികം ഡോക്ടറെ സമീപിക്കുന്നത് ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരാണോ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാരാണോ? ഭാര്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭർത്താവ് ഒരിക്കലും എന്നെ സമീപിക്കില്ലല്ലോ. സമീപിക്കുന്നത് വേറെ ചില ആൾക്കാരായിരിക്കുമല്ലോ, എന്നെ സമീപിക്കാറില്ല. സൈക്കോളജി എന്താ? അല്ല, തീർച്ചയായിട്ടും എന്നെ സമീപിക്കില്ല. അല്ല, മനസ്സൊന്നല്ല, സാധ്യതകളൊന്നല്ല, സമൂഹം കാണുന്ന രീതിയിലൊന്നല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ഭർത്താവ് ഒരു പുരുഷന് ഭാര്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമൂഹം പറയണേ എന്നാണ് നിന്റെ കല്യാണം, ഉടനെ അവർ റെഡിയാണ്. സ്ത്രീക്കാണെങ്കിലോ, ഇനി ഇയാൾ കെട്ടിയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നമാണ്. നീ കെട്ടുന്നില്ലേ, കെട്ടാതെ എങ്ങനെ ജീവിക്കും? ഒരു സ്ത്രീ എങ്ങനെ നോക്കും? ഒന്നുമില്ലേ തന്നെ, നീ ഒരു പുരുഷനല്ലേ, നിനക്ക് നിന്റെ വിഹാരങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞാലേ. പക്ഷെ തിരിച്ച് ഒരു സ്ത്രീ ആണെങ്കിലോ, അദ്ദേഹം മരിച്ച് 2 ദിവസം കഴിഞ്ഞില്ല, 2 മാസം കഴിഞ്ഞില്ല, 1 വർഷം കഴിഞ്ഞില്ല, എപ്പോഴേ തുടങ്ങി. അപ്പൊ അതൊരു സമൂഹത്തിന്റെ അതായത് ഭർത്താവ് ഇല്ലെങ്കിലും ഈ 2 മക്കളെയും ഈ സ്ത്രീക്ക് ഒറ്റയ്ക്ക് വളർത്താൻ പറ്റും എന്ന് സമൂഹം അടിച്ചേൽപ്പിക്കുന്നു. പറ്റിയേ പറ്റൂ. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല. അയ്യോ പാവം, 2 മക്കളെ വളർത്താൻ അത് വാസ്തവത്തിൽ പുരുഷന്റെ കഴിവുകേടാണ് കേട്ടോ. സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും പുരുഷന്റെ കഴിവുകേടും ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞല്ലേ. എന്റെ ഒരുപാട് സഹോദരിമാരോട് സൂചിപ്പിച്ചു, ഒരു വിധവ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്നത് സ്ത്രീയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ മറക്കരുത്. ഈ ജെൻഡർ ഇക്വേഷൻ ഒക്കെ തെറ്റിപ്പോകുന്ന ഒരു മേഖലയാണ് ഈ മേഖല. അത് നമ്മൾ മറക്കരുത്. സ്ത്രീകൾക്ക് എപ്പോഴും ശത്രുക്കൾ പലപ്പോഴും സ്ത്രീകൾ തന്നെ ആവുന്നുണ്ട്. എന്താ പറയാമെന്ന്? ഞാൻ ഒന്ന് പറയാമെന്നത്, മാഡം ചോദിച്ചത് വിധവ കുറച്ച് തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞാൽ അത് മോശം ആയിട്ട് ചിത്രീകരിക്കും. പക്ഷേ സ്ത്രീ എവിടെ തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞിരുന്നാലും അത് മോശമായി ചിത്രീകരിക്കുന്നതാണ് ഒരു വെർഷൻ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, അമ്മയോ അച്ഛനോ നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ മകൻ നഷ്ടപ്പെടുന്നതോ പോലെ അല്ല എനിക്ക് അല്ലെങ്കിൽ വേറൊരു സ്ത്രീക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്നു. ആ നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. ഇപ്പം നീന മാഡം പറയുന്നത് പോലെ എന്തുകൊണ്ട് വിവാഹിത ആകാൻ ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നികത്താൻ ഒരാളിനെ കിട്ടണില്ല. അതേപോലെയാണ് ധനികയായിരുന്നാലും ദരിദ്രയായിരുന്നാലും ഒരു സ്ത്രീ വിധവയായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെ വളരെ നീചമായ സ്ഥിതിയിലേക്കാണ് ഒരു വിധവയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാനൊക്കെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ 22 വയസ്സ് കഴിഞ്ഞ വിധവ. ഒരിക്കലും എനിക്ക് ചോദിക്കാൻ പറ്റില്ല ഇയാൾ വിവാഹിതയാകൂ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഈ അടുത്ത സമയത്ത് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഒരു മാട്രിമോണിയിലൂടെ തുടങ്ങിക്കഴിഞ്ഞിരുന്നാൽ ഒരുപാട് സ്ത്രീകളെ നിങ്ങൾക്ക്. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു, അത്തരത്തിലൊരു ശ്രമം നടത്തുന്നില്ല? ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞ് ഒരു പാർട്ട്ണറെ ഈ പറയുന്ന മാതിരി ഇനിയിപ്പോ നിങ്ങൾ എന്ത് പെൻഷൻ കൊണ്ടുവന്നാലും 2000-ഓ 3000-ഓ കിട്ടിയാൽ തന്നെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ലൈഫ് ഷെയർ ചെയ്യാൻ തയ്യാറുള്ളതാണെങ്കിൽ ഞങ്ങൾ ഇനി അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും. കാരണം അത് ഒരു മാട്രിമോണിയലായിട്ടല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീക്ക് ഒരു ജീവിതം കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു പുരുഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നമുക്ക് ഹെൽത്ത് ആയിരിക്കും. കാരണം ഒരു സാധാരണ ഒരാൾ വന്ന് നമ്മുടെ കെയർ ഓഫിൽ നിന്ന് ഒരു മാരേജ് ചെയ്ത് കൊണ്ടുപോവില്ല. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കുറച്ചുകൂടെ ഹെൽത്തായിട്ട് നമുക്ക് തോന്നാം. ആ ഫ്രണ്ട് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയും ഒരു സാധ്യത. കാരണം 22 വയസ്സ് മുതൽ 86 വയസ്സ് വരെയുള്ള വിഡോസാണ് ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യും. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഡിവോഴ്സിയാണ്. പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നു, എനിക്ക് ഇനി ഒരു വിവാഹം കഴിക്കണം, പക്ഷെ എനിക്ക് വിഡോയും വേണ്ട ഡിവോഴ്സിയും വേണ്ട. ഇതെന്ത് പുരുഷ മനഃശാസ്ത്രം? അല്ല, അത് ഈ ചില പുരുഷന്മാർക്ക് അങ്ങനെയുള്ള ഒരു ധാരണ ഉള്ള ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം, കമേഴ്സ്യൽ സെക്സ് വർക്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് വ്യക്തികൾ
വളരെ കൊച്ചു കുട്ടികൾ തന്നെ വേണം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ മനസ്സിൻ്റെ ധാരണ ഒന്ന് പറയുന്നത് ചില ഒരുപാട് മിത്തുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈവൻ ലൈംഗിക അസുഖങ്ങൾ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ ഒരു ഫ്രഷ് എക്സാക്ട്ലി അതെ ഇങ്ങനെയൊക്കെയുള്ള ചില വളരെ എന്താ പറയുക വളരെ ഒരു മാനസികമായി ഒരു തകർന്ന രോഗാവസ്ഥയിലുള്ള ചിന്താഗതിയുള്ള അതിനെ എങ്ങനെ എന്താ പറയുക യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, എന്താ നോക്കുക, പരീക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ദുരന്തം പിടിച്ച ചിന്തകളുള്ള മനുഷ്യരുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ വൈകൃതമുള്ള ചിന്ത. പക്ഷെ അതൊക്കെ നമ്മൾ സാമാന്യവൽക്കരിച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ നമുക്ക് ഭയം ഉണ്ടാവും. അതുകൊണ്ടത് വേണ്ട. പക്ഷെ അങ്ങനെ ഉണ്ടെന്നുള്ള സത്യമാണ്. നീന, ജീവിതത്തിൽ അദ്ദേഹം ഇല്ലാതെ ആയതിനു ശേഷം അങ്ങേയറ്റം മനസ്സിനെ വേദനിപ്പിച്ച സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആഗ്രഹിച്ച അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച സിറ്റുവേഷൻസ്? എൻ്റെ കല്യാണം, തീർച്ചയായിട്ടും ഭയങ്കര വിഷമമായിരുന്നു ആ സമയങ്ങളിലെല്ലാം. കാര്യം പുള്ളിക്ക് മകനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു. ആ സമയത്ത് വല്ലാണ്ട് ഞാൻ വിചാരിച്ചു. അതല്ലാണ്ട് എനിക്ക് ആദ്യത്തെ നാളുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഒന്നിനും ചെയ്യാൻ തോന്നത്തില്ല. കാര്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ആദ്യ നാളുകളിലൊക്കെ ഉറക്കം വരത്തില്ല, സെഡേഷനിൽ പോകുമായിരുന്നു. അങ്ങനെ 1-2 വർഷം പോയി. പിന്നെ സെഡേഷൻ ഇല്ലാതെ ഉറക്കം പറ്റില്ല എന്നായപ്പോൾ അത് നിർത്തി. അല്ലെങ്കിൽ അത് ഇനി കാര്യം നമുക്ക് പോയിട്ടുണ്ടോ? കൗൺസിലിങ്ങിന് ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം അപ്പോഴാ പറഞ്ഞത് സഹായിക്കുന്നുണ്ടോ അതോ നമ്മൾ തന്നെയാണോ നമ്മൾ തന്നെ സഹായിച്ചേ പറ്റുള്ളൂ. അവർ ചിലപ്പോൾ ഒരു ചെറിയ ദൂരെ കൂടെ ഒരു ഹിന്റ് തരും, ഇങ്ങനെ എൻഗേജ്ഡ് ആകുക, ആൾക്കാർ പറയുന്നൊന്നും നോക്കരുത്, നമ്മൾ അതൊന്നും നോക്കണ്ട, അവർ പറഞ്ഞോട്ടെ, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. കാര്യം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഞാനൊക്കെ ഇപ്പോൾ ഈ ടെന്നീസ് പ്ലെയർ ആയിരുന്നു, ഞാൻ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ സ്പോർട്സിൻ്റെ ചാർജ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ ഇലക്ട്രിസിറ്റി സ്പോർട്സ് കൺട്രോൾ ബോർഡിൻ്റെ പ്രസിഡൻറ്റുമാണ്. അപ്പോൾ അതിലൊക്കെ ആകെ ഒറ്റ ലേഡി ഞാൻ മാത്രമേ ഉള്ളൂ. ലേഡീസായിട്ട് വേറെ ആരും ഇല്ല ഈ കംപ്ലീറ്റ് ആ കമ്മിറ്റിക്കകത്ത്. അപ്പോൾ പല മീറ്റിങ്ങുകളിലും ഞാൻ ഒറ്റയ്ക്ക് ഒരു ലേഡി ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഇതിൻ്റെ പുറകെയൊക്കെ അവർ വിചാരിച്ചാൽ ഇനിയിപ്പോൾ എന്താ നടക്കാത്ത ഇങ്ങനത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയും. ആദ്യ നാളുകളിൽ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ പുള്ളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഈ സ്റ്റേജിലോട്ട് ഞാൻ വരുമായിരുന്നു. പക്ഷേ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഈ കഥ കേൾക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ. പുള്ളി ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ നേടിയെടുക്കുന്നതിന് മുഴുവൻ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. നമുക്ക് അതുണ്ടെങ്കിൽ പറയത്തില്ലല്ലോ. ചേച്ചിക്ക് ഇനിയിപ്പോ മകന്റെ കല്യാണ സമയത്ത് ഇത് കേട്ടപ്പോ എനിക്ക് പേടിയായി. ഇപ്പൊ ഭയങ്കര ടെൻഷൻ അത് തന്നെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ എറണാകുളത്ത് പോയാലും തൃശ്ശൂർ പോയാലും ഞാൻ എവിടെ താമസിക്കുന്നു അവിടെ ഉള്ള അമ്പലങ്ങളിലെല്ലാം അങ്ങ് പോകും. പോയിട്ട് എല്ലാ ഈശ്വരനോടങ്ങ് പറയുക. പിന്നെ ദൈവത്തിനോട് പറയുമ്പോൾ പിന്നെ അദ്ദേഹം ഫോൺ വിളിച്ച് ആരോടും പറയത്തില്ലല്ലോ. അങ്ങനൊരു സമാധാനമുണ്ട്. കാരണം ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയാൻ സുഹൃത്തുക്കളുണ്ടോ? ഏത് സുഹൃത്തുക്കളാ? എവിടെയാണ് സുഹൃത്തുക്കൾ? എല്ലാവരും ബിസിയാണ്. പിന്നെ ഒരു നല്ല ഫ്രണ്ടെന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ടിനെ ഞാൻ അങ്ങനെ അങ്ങ് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് എന്താ അറിയാം, നമുക്ക് മനസ്സ് തുറന്ന ഒരു ഫ്രണ്ടിനോടൊന്ന് പറഞ്ഞ് ചിലപ്പം ഞാൻ വിചാരിക്കുന്നൊരു ഫ്രണ്ടാ എല്ലാം അങ്ങ് പറഞ്ഞു കളയാന്ന് പറയുമ്പോൾ ഉടനെ മൈക്ക് വെച്ച് എല്ലാവരും വിളിച്ചാൽ അറിയിപ്പിക്കും. പിന്നെ ഞാൻ എന്തിനാ, അതിനെക്കാട്ടി നല്ലത് നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥന. ചേച്ചിയുടെ ഈ തമാശ കലർന്ന ഈ ജീവിത രീതി, സംസാരം, ഞാൻ ഒരു തമാശയില്ല, ഭയങ്കര സീരിയസ്. പുറത്ത് വരുമ്പോഴാണ് അവിടെ വീട്ടിൽ തമാശ എന്ന് വെച്ചാൽ ഒന്നാമത് ഈ സെർവൻ്റ് എന്ന് പറഞ്ഞ ഒരാളിനെ അങ്ങനെ കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. ബാക്കി സമയം നമ്മൾ കുക്കിങ്ങും പരിപാടിയും പിള്ളേരുടെ കാര്യമൊക്കെ ആയിട്ട് നടക്കുന്നു. പിന്നെ വെളിയിൽ പോകുമ്പോൾ പിന്നെ ഒരു കാര്യം കേട്ട് വെറുതെ ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഞാനതിൽ സന്തോഷം കാണുന്നത്, എൻ്റെ ദുഃഖങ്ങൾ കുറേ മറക്കുന്നത്, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. സത്യം. നീന, ബന്ധുക്കൾ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടീവാണ്? ബന്ധുക്കളും അത്ര സപ്പോർട്ടീവ് എന്ന് പറയാൻ പറ്റത്തില്ല. ചില സമയങ്ങളിൽ നല്ല സപ്പോർട്ടീവായിട്ടിരിക്കും, ചില സമയത്ത് അവരുമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ആദ്യ നാളുകളിൽ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുകയോ പിടിക്കുകയോ ചെയ്യുമ്പോൾ ബന്ധുക്കളിൽ നിന്നാണ് ആദ്യം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവർ തന്നെയാണ് ആദ്യം പറയുന്നത്. ആരെങ്കിലും കാറിൽ ഫ്രണ്ടിലിരുന്ന് പോവുകയാണെങ്കിൽ അവരെന്തിനാ ഫ്രണ്ടിൽ ഇരുത്തുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ എങ്ങനെയാ നമ്മുടെ ഒരു ഫ്രണ്ട് ബാക്കിൽ പോകാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വിഷമമായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞതുപോലെ നേരത്തെ ആദ്യം പെട്ടെന്ന് എൻ്റെ മുടിയൊക്കെ അങ്ങ് നരച്ചു. അപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു എന്താ ഒന്ന് ഡൈ ചെയ്തൂടെ. അപ്പോൾ മാനസികമായിട്ട് ഡൗൺ ആയിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ആൾക്കാർ ഈ ഒരുപാട് പേര് കമ്പനിയിൽ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇവരെയൊക്കെ കൊണ്ട് പറയിപ്പിക്കുന്നത്, അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പറയത്തില്ലല്ലോ. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്നത് നിങ്ങളൊക്കെ എന്തിനാ ഇനി ഇതൊക്കെ ചെയ്യുന്നത്.
അപ്പൊ ഒന്ന് മനസ്സിലായി, ചെയ്താലും പറയും ചെയ്തില്ലെങ്കിലും പറയും, രണ്ടാണെങ്കിലും നമുക്ക് കേൾക്കണം. മോൻ എപ്പോഴെങ്കിലും ഇല്ല, മോന് ഭയങ്കര സപ്പോർട്ടീവാ. മോൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവ്. ഇപ്പൊ മോൻ വിവാഹം കഴിച്ചു അല്ലേ? ഒരുമിച്ചാ താമസിക്കുന്നത്? ഇപ്പഴേ ഉണ്ടെന്നേ ഉള്ളൂ. മോൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് വേറൊരു? മോൻ എപ്പോഴും പറയാറുണ്ട്. മോന് എനിക്ക് തോന്നുന്നു ഒരു പുള്ളി മരിച്ചൊരു ആദ്യം നാളുകൾ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ അപ്പയുടെ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ പറ്റത്തില്ല, അമ്മ അതിനെ പറ്റി ആലോചിക്കരുത്. അതിന് ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും ബ്രദറും കൂടെ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ വേറെ ഒന്ന് നോക്കട്ടെ. അപ്പം ഞാൻ അവരുടെ മുമ്പ് ഇരുന്ന് കരഞ്ഞു. അപ്പം മോന് ഭയങ്കര വിഷമായിരുന്നു. മോൻ പറഞ്ഞു, നോന്നു അപ്പയുടെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റില്ല അമ്മ. ഞാൻ പറഞ്ഞു, മോനെ അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, നിനക്ക് എന്തെന്ന് പറഞ്ഞു. പക്ഷെ അവനൊരു 10-18 വയസ്സ് 19 വയസ്സൊക്കെ ഒരു 20 വയസ്സൊക്കെ ആയി കോളേജിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൻ എപ്പോഴും പറയും, അമ്മ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, വൈ കാൻറ്റ് യു ഫൈൻഡ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്. ഞാൻ പറയും, നിന്റെ അപ്പയെ പോലെ ഒന്നും ആരെയും കിട്ടത്തില്ല, സോ എനിക്കിത് മതി, ഞാനിങ്ങനെ നിന്നോളാം, നീ കൂടെ ഉണ്ടായിരുന്നാൽ മതി അവസാനം വരെ, ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറയുമോ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. ഇപ്പൊ തങ്കം എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? അവരുടെ ഓർമ്മകളിൽ നമുക്ക് എങ്ങനെയായിരുന്നു ഫാമിലി? ബാക്കിയുള്ളവരൊക്കെ വളരെ സപ്പോർട്ടീവ് ആണോ? എൻ്റെ ഹസ്ബൻഡും മരിച്ചതിന് ശേഷം ഹസ്ബൻഡിന്റെ വീട്ടുകാർ ടോട്ടലി ഞാൻ എക്സ്പെക്ട് നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതിയല്ലായിരുന്നു. അവർ കാരണമാണ് ഞാൻ നെക്സ്റ്റ് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചത്. അച്ഛൻ്റെ അമ്മയുടെ മരണം കഴിഞ്ഞ് ടോട്ടലി നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയർ ആയിരുന്നു അത്. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് കുറേ നാൾ താമസിച്ചു. ഇപ്പം ഞാൻ അവിടെ വിറ്റിട്ട് ഞാൻ എറണാകുളത്തിന് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ചേച്ചി പറഞ്ഞ മാതിരി റിലേറ്റീവ്സ്, എൻ്റെ ഒരു ബ്രദറുണ്ട്, എന്നോട് ചോദിക്കും മോക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും മോള് പറയണം എന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനെ നമ്മൾ എൻ്റെ അണ്ണൻ സംബഡി ഈസ് ദയർ, പക്ഷേ എന്നാലും നമ്മളങ്ങനെ പറയത്തില്ല എപ്പോഴും. കാരണം ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരാളുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് തന്നെ എൻ്റെ ഒരു കോൾ വരുമ്പം തന്നെ എൻ്റെ ബ്രദറെന്നല്ല ആരും അയ്യോ ഇനി എന്താവശ്യത്തിനായിരിക്കും. അപ്പം ഞാൻ ഒന്നും അറിയാൻ വയ്യെങ്കിലും ഞാൻ തന്നെത്താനെ ജീവിക്കാൻ, അതായത് ആരുമില്ല എന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ, ഞാൻ മാത്രമേ എന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക. മുമ്പേ ചോദിച്ച മാതിരി ഒറ്റയ്ക്ക് ലേഡി നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും തൻ്റെ ലേഡിയാണ് അഹങ്കാരിയാണെന്ന്. ബിക്കോസ് നമുക്ക് ആരുമില്ല, നോബഡി ഈസ് ദെയർ ടു ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പം നമ്മൾ തന്നെ നമ്മളെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് കുറച്ച് തൻ്റെ ഇടവും ധൈര്യമൊക്കെ വരും. കാരണം ഈ ലോകത്ത് നമുക്ക് ജീവിച്ചു പോകണ്ടേ ഇനി ശേഷിക്കുന്ന കാലം. അത് അങ്ങനെ ഒരു തൻ്റെ ഇടം വരുന്നുണ്ട്. പിന്നെ ആരെയും കഴിയുന്നതും സൗഹൃദങ്ങളുണ്ടോ? ഉണ്ട്, കുറേ ഉണ്ട്. യാത്രകൾ പോവാം? യാത്രകൾ എനിക്കൊരു ഞാൻ ഒരുപാട് മൂടുണ്ടെങ്കിൽ അങ്ങ് പോവും, അല്ലാതെ ഒറ്റയ്ക്ക് യാത്ര പോവുക എന്ന് പറയുന്ന ഭയം തന്നെയാണോ? അങ്ങനെ എനിക്ക് ഭയമൊന്നുമില്ല. ഇല്ല, കാറിലല്ലേ നമ്മൾ പോകുന്നത്. സ്റ്റേ ചെയ്യുമ്പോഴൊന്നുമില്ല, നമ്മളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലായിരിക്കുമല്ലോ. ഇപ്പൊ മദ്രാസിലോ ബാംഗ്ലൂരിലോ ദുബായിലോ. തങ്കത്തെ സംബന്ധിച്ച് ഇപ്പൊ ശ്രീല ചേച്ചി ജോലിക്ക് പോകുന്നുണ്ട്, നീന ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ തങ്കം വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്ത് ചെയ്യും അപ്പൊ ഈ വെറുതെ ഇരിക്കുന്ന സമയം? വീട്ടില് നമുക്ക് വെറുതെ ഇരിക്കുന്ന കുക്കിംഗ് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത ഒരു 1 വീക്ക് ഇരിക്കും, ബിക്കോസ് ആരും ഇല്ല അവിടെ കഴിക്കാൻ. പിന്നെ ഞാൻ സാധാരണ ശരിക്കും പറഞ്ഞാൽ ഒതുങ്ങി അവിടെ തന്നെ കൂടും. ആ ഫ്ലാറ്റിലായതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും കാണും, അവരെന്നെ കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് വരും എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. വൈകിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ അവരുടെ കൂടെ ഒന്ന് നടക്കാനൊക്കെ പോകും. പിന്നെ എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഞാൻ തന്നെ പുറത്തോടെ ഡ്രൈവറെ വിളിച്ച് എവിടെയെങ്കിലും പോകും. ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണം തോന്നുന്നു. അല്ല, അത് നേരത്തെ എൻ്റെ മോൻ പോയിട്ട് തന്നെ ഇപ്പം തോന്നുന്നില്ല. എനിക്ക് എൻ്റെ മോൻ 19 വയസ്സിലുണ്ടായതാണ്. ഈ പ്രായത്തിൽ ഇനി ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി അതിനൊന്നും ക്ഷമയൊന്നുമില്ല. മോൻ പോയിട്ട് ഇപ്പോൾ 14 ഇയേഴ്സായി മെയ്യിൽ. ചേട്ടൻ പോയിട്ട് അടുത്ത മാസം 4th 11 ഇയേഴ്സ് ആവും. ഇല്ല, ഇനിയിപ്പോൾ ഇല്ല. പിന്നെ ആരെങ്കിലും നല്ലൊരു കൊച്ചിനെ വളർത്തി ഇങ്ങോട്ട് തരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഒക്കെ നിൽക്കാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയെ എനിക്ക് തോന്നുന്നു കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ബന്ധങ്ങളാണോ സൗഹൃദമാണോ സപ്പോർട്ട് ചെയ്യുന്നത്? സൗഹൃദമാണ്. ഓ, എല്ലാവരും സൗഹൃദമാണ്. എന്താ ഡോക്ടർ, ഇതൊരു സാധാരണ നമ്മൾ പറയും ബന്ധങ്ങൾ പലപ്പോഴും ഒരു ആത്മാവ് നഷ്ടപ്പെട്ട ചടങ്ങിനുള്ള പല ചങ്ങലകളായിട്ട് കാണാറുള്ളത്. ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിപ്പോണ്ടൊന്നും അന്വേഷിക്കാറില്ല പലരും. സൗഹൃദങ്ങളാണല്ലോ, തീർച്ചയായിട്ടും. സൗഹൃദം ഇല്ലാതെ പിന്നെ ഒന്നുമില്ല, സൗഹൃദമാണ്. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമുണ്ട്. ഈ ഭർത്താവില്ലാതെ മക്കളും അമ്മയും മാത്രമായി ജീവിക്കുമ്പോ വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു സ്ത്രീ മാത്രം ചെന്ന വീട് തരില്ല. ഒത്തിരി അനുഭവമുള്ളതാണ് ഞാൻ. എൻ്റെ ഭാര്യ മരിച്ചിട്ട് 15 വർഷമായി. എനിക്ക് 3 മക്കളുണ്ട്. അത് 2 പെൺമക്കളും ഒരു ആൺകുട്ടിയുമാണ്. പക്ഷെ ഭാര്യ മരിച്ചിട്ട് ഞാൻ 12 വർഷം വളരെ ദുഃഖിതനായിരുന്നു. മക്കൾ തന്നെ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ ഇരിക്കണ്ട, അടുത്തൊരു ജീവിതത്തിലേക്ക് കടക്കണം എന്ന് പറഞ്ഞ് അവരുടെ അനുഭവത്തോടു കൂടി
ഞാൻ ഇവരെ ഒരു കുട്ടിയെ വിവാഹം ചെയ്തു രണ്ടാമതും. ഒരിക്കൽ പോലും ഞാനിങ്ങനെ രണ്ടാമതൊരു വിവാഹം ചെയ്യാൻ എനിക്ക് ആ മനസ്സില്ലായിരുന്നു. അത്രത്തോളം വളരെ സ്നേഹത്തിലായിരുന്നു. ഈ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖവും ഭാരവും വേദനയും ഒക്കെ ആയിരുന്നു. ഒരു വൈധവ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു സ്ത്രീ മാനസികമായി എന്ത് രീതിയിൽ തയ്യാറെടുക്കണം എന്നാണ് ഡോക്ടറുടെ അഡ്വൈസ്? ഞാൻ പറയുന്നത് ഒരു കാറ്റർ പില്ലർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ലോകം അവസാനിക്കുന്നില്ല, അതൊരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നു എന്ന നിലയ്ക്കുള്ള ഒരു മാനസിക ഭാവം വ്യത്യാസം ഉണ്ടായേ പറ്റും. കാരണം ജീവിതത്തിൽ വിവിധ ദിശകളിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. സോ വി ഷുഡ് ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ എ ചേഞ്ച്. അങ്ങനെ ഒരു ചേഞ്ചിന് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. കാരണം ഒരു യാഥാർത്ഥ്യം പറഞ്ഞു, നമ്മൾ എത്ര റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ചാലും എത്ര കാൽപ്പനികമായിട്ട് സംസാരിച്ചാലും റിയാലിറ്റി എന്ന് പറയുന്നത് വി ആൾ ഹാവ് ടു ബി സെൽഫിഷ് ഫോർ ദ സർവൈവൽ. അതില്ലാതെ സാധ്യമല്ല. നമ്മൾ എത്ര റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാം, ബട്ട് ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി. അപ്പോൾ മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാവണം, മാറ്റങ്ങൾ സ്വീകരിച്ചേ പറ്റൂ, മുന്നോട്ട് നീങ്ങിയേ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിഷാദമാണ് നഷ്ടത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്. ആ വിഷാദത്തിൽ നിന്നും മറികടന്ന് മുന്നോട്ട് നീങ്ങണം. മുന്നോട്ട് നീങ്ങുവാൻ അവനവൻ്റെ മനസ്സ് തയ്യാറാവണം. സമൂഹം ആ നിലയ്ക്കുള്ള മാനസിക മാറ്റത്തിന് സപ്പോർട്ട് നൽകുന്ന ഒരു സംവിധാനം ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ജീവിത പങ്കാളി നഷ്ടമാകുമ്പോൾ അവിടെ ജീവിതം തീർന്നു എന്ന് തളർന്നിരിക്കാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഓരോ സ്ത്രീയും സ്വയം ആർജിക്കും. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും അടുത്ത സെൽഫിയിൽ കാണാം.